ശബരിമലയിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുന്നു. 75,000-ഓളം തീർത്ഥാടകരാണ് ഇന്ന് ഇതുവരെ സന്നിധാനത്തെത്തിയത്. 9 മണിവരെ സ്പോട്ട് ബുക്കിംഗ് എടുത്തവരുടെ എണ്ണം 14,000 കടന്നു. YS അഭിനന്ദ് ശബരിമല സന്നിധാനത്തു നിന്നും തത്സമയം ചേരുന്നു. പറയൂ അഭിനന്ദ്. YS അഭിനന്ദ് നമുക്കൊപ്പം ചേരും. ഇന്ന് ഭക്തജന തിരക്കായിരുന്നു ശബരിമലയിൽ. ഒരുപാട് ഭക്തജനങ്ങൾ എത്തുകയും ചെയ്തു. എന്തായാലും കൃത്യമായി കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അഭിനന്ദ് നമുക്കൊപ്പം ചേരുന്നു. അഭിനന്ദ് പറയൂ. ഇന്നലത്തേന് സമാനമായി ശബരിമലയിൽ ഇന്നും തീർത്ഥാടന വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 9 മണിവരെയുള്ള കണക്കുകൾ വരുമ്പോൾ ഏതാണ്ട് 76,261 തീർത്ഥാടകരാണ് ഇന്ന് രാവിലെ 3 മണിക്ക് ശേഷം നട തുറന്നതിന് ശേഷം ഇന്ന് ദർശനം നടത്തിയത്. ഇന്നലെ ഈ സമയം അപ്പോൾ അത് 80,000 കടന്നിരിക്കുന്നു. ഇന്ന് ദർശനം പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് 80,000 കടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 14,090 പേരാണ് സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലൂടെ ഇപ്പോൾ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെർച്വൽ ക്യൂ വഴിയും ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലൂടെയും ഏതാണ്ട് 76,000-ലധികം ആളുകളാണ് ഇന്നത്തെ ദിവസം മാത്രം ഇവിടെ ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. വലിയൊരു തീർത്ഥാടകരുടെ ഒഴുക്ക് ഇത്തവണ അനുഭവപ്പെടുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഇവിടെ എത്തുന്നത്. അവരെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള പോലീസിന്റെ ഒരു കൃത്യമായ ഇടപെടൽ അത് അഭിനന്ദനാർഹമാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഭക്തജനങ്ങൾ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ വരുമാനത്തിനുണ്ടാകുന്ന ഒരു വർധനവും ഇന്ന് ദേവസ്വം പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ സമയത്ത് 12 ദിവസമായപ്പോൾ അത് 48 കോടി രൂപയായിരുന്നു വരുമാനമെങ്കിൽ ഇത്തവണ 63 കോടി രൂപയിലേക്ക് എത്തുന്നു. അതായത് 15 കോടി രൂപയുടെ അധിക വരുമാനത്തിലേക്ക് എത്തുന്നുവെന്നും ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിലേക്ക് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അത് 80,000-ലേക്ക് എത്തിക്കണമെന്നുള്ളത്. അത് 70,000 തന്നെ മതി എന്നതാണ് ദേവസ്വം പ്രസിഡന്റ് നിലപാട്. അതിനെതിരെ ഇന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറിന് ഒരു ചെറിയൊരു വാട്സപ്പ് സ്റ്റാറ്റസ് അടക്കം വലിയൊരു വിവാദമായിട്ടില്ലെങ്കിൽ പോലും അത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒഴുക്ക് തീർത്ഥാടകരുടെ ശബരിമല മണ്ഡലകാലം തുടങ്ങി ഇന്ന് 14-ാം ദിവസം എത്തുമ്പോൾ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നതാണ് പോലീസിനെ സംബന്ധിച്ചോളം ഏറ്റവും ചാരിതാർത്ഥ്യപരമായ ഒരു കാര്യം. YS അഭിനന്ദാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്ന്.